ഇത് കാടാമ്പുഴ ദേവീക്ഷേത്രം. ഇതേപോലെ മലപ്പുറം ജില്ലയിലും ഉണ്ട്. ഒരു സ്റ്റെപ്പുകളൊക്കെ അതേപോലെ ഇറങ്ങിപ്പോയിട്ട് ഇവിടുത്തെ അതേ ദേവി ഇത് ചെയ്യുന്ന ഒരു അമ്പലം. ഇതാണ് മലപ്പുറം ജില്ലയിലെ മറ്റൊരു കാടാമ്പുഴ. ഒരു കാടാമ്പുഴയിൽ നമ്മൾ ഇന്നാള് പോയില്ലേ? ഇത് മലപ്പുറം ജില്ലയിലെ വേറൊരു കാടാമ്പുഴ. ഇതിപ്പോ പുനഃപ്രതിഷ്ഠയൊക്കെ നടത്തി അമ്പലമൊക്കെ പുനരുദ്ധാരണം ചെയ്ത് പുതുതാക്കി കഴിഞ്ഞ ഒരു മാസമായി. കാടാമ്പുഴ ദേവി തന്നെയാണ് ഇവിടെ. കാടാമ്പുഴയിലെ ദേവി വന്നിരുന്നതാണ്. മഞ്ചാടി പെറുക്കണം. അവിടെ നിറയെ മഞ്ചാടി അവിടെ. മഞ്ചാടിയൊക്കെ പെറുക്ക പോകുമ്പോ അതന്നെ ചെരുപ്പൂരു ചെരുപ്പൂര് അറിയില്ല. ചേവായൂർ അമ്പലത്തിലുണ്ട്. അന്ന് ഇവിടുന്നല്ലേ ഇനി എന്തൊക്കെ കുക്കോ ചെയ്ത് പൊളിച്ചില്ലേ ഇവിടെ ആക്കിയില്ലേ? തോട് മതി. ആ കാടാമ്പുഴന്ന് അന്നുമ്പോൾ ഒരു ചെറിയ പാമ്പിനെ കണ്ടില്ലേ? ഇത്ര ഉള്ള സാധനം ഇത്ര ചെറുത് 10 വിടർത്തി നിന്നു. പപ്പനെ വിളിച്ചല്ലേ? പപ്പ വരായിട്ടല്ലേ? പപ്പനെ ഞാൻ വിളിച്ചല്ലോ. പപ്പ വന്നിനല്ലോ. അധികം ദേവി കാടാമ്പുഴയ്ക്ക് പോകുമ്പോൾ മൃദുവായി ആ സമയത്ത് ഇവിടെ ഇരുന്നു എന്നുള്ളതാണ് ഐതിഹ്യം. അങ്ങനെ പിന്നെ 30 വർഷമായിട്ട് 30 വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നന്നാക്കി കൊണ്ടുവന്ന് പ്രതിഷ്ഠ കഴിഞ്ഞു. പഞ്ചലോഹ വിഗ്രഹമാണ്. 9 ദിവസത്തെ പരിപാടിയായിരുന്നു. ഇവിടെ വളരെ ഭംഗിയായിട്ട് പരിപാടി കഴിഞ്ഞു. ആളുകളൊക്കെ അറിഞ്ഞ് നല്ല ഞങ്ങൾ കുറേ ഇതുപോലെ ചാനലിലൊക്കെ കൊടുത്തിരുന്നു. ആദ്യം കുറേ ആൾക്കാർ യൂട്യൂബിൽ കൊടുത്തിരുന്നു. പിന്നെ വാട്സപ്പ്, ഫേസ്ബുക്ക് ഇതിലൊക്കെ കൂടി ഇങ്ങനെ പറഞ്ഞിട്ട് നല്ല ജനപങ്കാളിത്തമായിരുന്നു. പിന്നെ ഗോവ ഗവർണർ PS ശ്രീധരൻ എല്ലാ ദിവസവും മുട്ടറക്കുന്നുണ്ട്. രാവിലെ 5:30 5:45 തുറക്കും. 5:30 6 മണിയാണ് ടൈം. ചിലപ്പോൾ 5:30 തുറക്കും. 9 മണിക്ക്. വൈകിട്ട് 5:30 മുതൽ 7 വരെ. വൈകിട്ട് മുട്ടറക്കോ? മുട്ടറക്കും. രാവിലെ മാത്രം. ആളുകൾ ചോദിക്കുമ്പോഴേ ഇപ്പോൾ ഒരു ആൾക്ക് അറിഞ്ഞു. അന്ന് പരിപാടിക്ക് നല്ല ജനപങ്കാളിത്തം. ഞാൻ വന്നിരുന്നു. പിന്നെ ഡ്യൂട്ടിയിലുള്ള സമയത്ത് ഉച്ചയ്ക്ക് വന്ന് പിന്നെ രാവിലെ എത്തിയിരുന്നു. പ്രധാന വഴിപാട് കഠിന പായസം, നെയ്വിളക്കുണ്ട്. പിന്നെ സരസ്വതി പൂജ ഉണ്ട്. സരസ്വതി പുഷ്പാഞ്ജലികളുണ്ട്. ദേവിയാണല്ലോ. എന്നാലും ഒരു മുഖ്യ ഇത് മുട്ടറക്കലാണ്. മുട്ടാണ് പ്രധാനം. ഇപ്പൊ ഇവിടെ ബോർഡിലുണ്ടല്ലോ. ആ ബോർഡിലൊന്നാലും എടുത്താൽ അതെ.
നമുക്ക് ചോലയൊക്കെ പോവാം. ചോല എവിടാന്നാ പറഞ്ഞ അവിടെയോ? ഇതേ മതിയില്ലേ, കാടാമ്പുഴ മതിലുണ്ട്. അപ്പോൾ ഇത് ചോലയിലേക്ക് പോണ വഴിയാണ്. നമുക്ക് ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട്, അതെല്ലാം ഒന്ന് കാണാം. ചെരുപ്പ് മുകളിൽ വെച്ചോണ്ടേ അമ്പലത്തിന്റെ ഉള്ളിലൂടെയാണ് വഴി. ഏട്ടൻ പറഞ്ഞു കേട്ടോ, 30 വർഷമായി 30 വർഷമായി ഇത് ഇതായിട്ട്. ഇപ്പോഴാണ് അമ്പലത്തിന്റെ പ്രതിഷ്ഠ, അതായത് അമ്പലം പണിത് പ്രതിഷ്ഠ നടത്തിയിട്ട്. അന്നത് ഒരു കാട്ടിന്റെ ഉള്ളിലായിരുന്നു, ആരും വരാത്തൊരു സ്ഥലമായിരുന്നു. പാമ്പൊന്നും ഉണ്ടാവില്ല. പാമ്പുണ്ടായിക്കൂടായില്ല, കാടല്ലേ. നീ വാ, ചെരുപ്പിടാഞ്ഞിട്ട് നടക്കാൻ കഴിയല്ലോ. അങ്ങനെ കയറിപ്പോയ ഒരു വീടുണ്ട് അല്ലേ, തിരുമേനിക്ക് താമസിക്കാനുള്ള വീട് ഞങ്ങൾ തോന്നുന്നു. ആ, ഇതാണ് ഈ അമ്പലത്തിന്റെ കുളം. അതൊക്കെ കാട് മൂടി കിടക്കുകയാണ്. ഇനി അതൊക്കെ വൃത്തിയാക്കി ഉണ്ടാക്കി കൊണ്ടുവരാനുണ്ട്. ആ, അഞ്ചാടിക്കുര കണ്ടല്ലോ, അമ്പലം മുകളിലാണ്. അങ്ങോട്ട് ഇറങ്ങണ്ട അറിഞ്ഞിട്ടോ ഏട്ടൻ. അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാണെന്ന് പറഞ്ഞേ. ഇതൊക്കെ ഇടിഞ്ഞ് പന വീണോയോ? ഇത് കുടിവെള്ളത്തിന്റെ ഇവിടെ ഒരു കിണറുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, ഞാൻ പോയിട്ട് വരാം കേട്ടോ. മോള് വരണം, മോക്കണ്ട് വരാൻ പറ്റിയ വരാം. അട്ടുണ്ടാവൂല. മഴ പെയ്താണ്ട് തൊട്ടാ ഷോക്കടിച്ച് ചാവും. മുകളിൽ ഇങ്ങനെ വെള്ളം ഒലിച്ചു വരുന്നതാണ്. ഇവിടെ കൊറേ ഒഴുകി പോണത്. അമ്പലത്തിന്റെ ആവശ്യത്തിന് വേണ്ടിട്ട് ഒരു കിണർ ഇവിടെ ഉണ്ട്. പാമ്പും കായാണ്, പാമ്പും കായാന്ന് വെച്ചിട്ടുണ്ട്. കാടിന്റെ ഉള്ളിലാണ്. അതാണ് പാമ്പും കായ. പിന്നെ ഇവിടെ അങ്ങോട്ടേക്ക് വയലായി. ഒരു ചെടിയാണത്. അപ്പൊ ഇതാണ് മലപ്പുറം ജില്ലയിലെ പുളിക്കൽ പെരിയമ്പലം തിരുമല ദേവി ക്ഷേത്രത്തിലെ കാഴ്ചകൾ. ഇപ്പൊ തിരിച്ചു പോവാം. വഴിപാടില് മുട്ടിറക്കണ വഴിപാടൊക്കെ ഉണ്ട്. ഇപ്പൊ ദേവി ക്ഷേത്രത്തിൽ മുട്ടിറക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരാം. വരുന്ന വഴി പെരിയമ്പലത്തുനിന്ന് പള്ളിക്കൽ ബസാർ റൂട്ടിൽ 1/2 കിലോമീറ്റർ വന്നാൽ മതി. കാടാമ്പുഴയിൽ ഇത്ര സ്റ്റെപ്പൊന്നുമില്ല. സ്റ്റെപ്പ് ഉണ്ടല്ലേ?